ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസിന് മുരളീധരന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രസ്താവന, രാഷ്ട്രീയ പ്രസ്താവനയാണ് വരുന്നത്. 2016 വട്ടിയൂർക്കാവിൽ കുമ്മനത്തിനെതിരെ മത്സരിച്ചപ്പോൾ തനിക്ക് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ നൽകിയിരുന്നു. 2019 മുതൽ വെൽഫെയർ പാർട്ടി കോൺഗ്രസിന് പിന്തുണ നൽകുന്നുണ്ട് എന്നും മുരളീധരൻ പറയുന്നു. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. എല്ലായിടത്തും കോൺഗ്രസിനെ പിന്തുണയ്ക്കുക. കാരണം BJPക്ക് ബദൽ കോൺഗ്രസ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരന്ന് കോൺഗ്രസ്സിന്. അപ്പോൾ കേരളത്തിൽ സ്വാഭാവികമായിട്ട് അത് UDF ആണ്. 2016 വരെ ഞാൻ മത്സരിച്ച ഒരു ഇലക്ഷനിലും ജമാഅത്തെ ഇസ്ലാമി എനിക്ക് പിന്തുണ നൽകിയിട്ടില്ല. 2016 തന്നു. കാരണം കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അതിനു മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് പിന്തുണ കിട്ടിയിട്ടില്ല. 2019 മുതൽ അവർ കേന്ദ്രത്തിൽ കോൺഗ്രസ് നയത്തിന് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. CK വിജയനുണ്ട് വിവരങ്ങളുമായി. വിജയൻ, ഈ പ്രതിപക്ഷ VD സതീശൻ കഴിഞ്ഞ ദിവസവും വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറവൂരിൽ മത്സരിച്ച ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്ക് പിന്തുണ, അന്നെല്ലാം ഇടതുപക്ഷരായത് പിന്തുണ. ഈ സമീപകാലത്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ, അവരുടെ രാഷ്ട്രീയമായ വെൽഫെയർ പാർട്ടിയുടെ നിലപാട് ഞങ്ങൾക്ക് അനുകൂലമായി വന്നത് എന്നതാണ് ഇപ്പോൾ മുരളീധരന്റെ പ്രതികരണത്തിലുമുള്ളത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായി വലിയ ചർച്ചകൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണല്ലോ. എന്താ കാര്യങ്ങൾ അദ്ദേഹവുമായി കൂട്ടിച്ചേർക്കുന്നുണ്ട്? തീർച്ചയായും അതെ. കാരണം മുരളീധരൻ പറഞ്ഞതിൽ രണ്ട് പൊളിറ്റിക്സ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ഈ സംസ്ഥാന പൊളിറ്റിക്സ് ഉണ്ട്, രണ്ട് ദേശീയ തലത്തിലുള്ള ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. അതാണ് ഈ 2019, 2016 എന്ന് അദ്ദേഹം വേർതിരിച്ചു പറഞ്ഞിട്ടുള്ളത്. 2019 അത് ദേശീയ തലത്തിൽ തന്നെ BJPക്ക് എതിരായ ഒരു രാഷ്ട്രീയം എന്ന നിലയ്ക്കാണ് ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയും എല്ലാം തന്നെ UDFന് പിന്തുണ നൽകുന്നത്, അല്ലെങ്കിൽ BJP വിരുദ്ധ പിന്തുണ നൽകുന്നത്. അത്തരത്തിൽ പിന്തുണ ഉപയോഗിച്ച് തമിഴ്നാട്ടിൽ CPMനടക്കം പിന്തുണ കിട്ടി എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നതിൻ്റെ ഒരു സാഹചര്യം അതാണ്. ഇനി 2016 വന്നാൽ 2016 ആ പിന്തുണ ലഭിച്ചിരിക്കുന്നത് കുമ്മനം രാജശേഖരനെതിരെ താൻ വട്ടിയൂർക്കാവിൽ മത്സരിച്ചപ്പോഴാണ് എന്നും പറയുന്നുണ്ട്. കാരണം അവിടെ കുമ്മനം രാജശേഖരൻ ജയിച്ചേക്കുമോ എന്ന ഒരു തോന്നൽ പൊതുവിൽ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു അത്. ആ സമയത്ത് കുമ്മനം രാജശേഖരൻ എന്ന BJP നേതാവ് ജയിക്കാതിരിക്കാൻ വേണ്ടി മുരളീധരന് വോട്ട് ചെയ്തു എന്ന നിലയിലേക്കാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതിൻ്റെ രാഷ്ട്രീയം. സ്വാഭാവികമായും അത് ഒരു സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ നിലപാട് ജമാഅത്തെ ഇസ്ലാമി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണഭോക്താവായിരുന്നു താൻ എന്നും വട്ടിയൂർക്കാവിലെ ഉദാഹരിച്ചുകൊണ്ട് മുരളീധരൻ പറയുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഈ സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ലഭിച്ചു എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം CPM ഉൾപ്പെടുന്ന ഇടതുപക്ഷ സംഘടനകളെല്ലാം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതോടൊപ്പം തന്നെ മറ്റ് തീവ്രവാദ എലമെൻറ്റുകളുള്ള സംഘടനകളുടെയും പിന്തുണയോടുകൂടിയാണ് കോൺഗ്രസ് വിജയിക്കുന്നത് എന്നും അവർക്ക് തീവ്രവാദ സംഘടനകളുടെ പിന്തുണയുണ്ട് എന്നും പരസ്യമായി പലവട്ടം പല രീതിയിൽ നേതാക്കൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം തന്നെ. ആ സാഹചര്യത്തിൽ ഇപ്പോൾ മുരളീധരൻ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ തനിക്കുണ്ട് അല്ലെങ്കിൽ UDFനുണ്ട് എന്ന് ഓൺ ചെയ്യുന്നത് അത് ഒരുപക്ഷെ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് കാരണമാകും. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ മുരളീധരൻ പറയുന്നത് എന്നൊരു ചോദ്യമില്ലേ? തീർച്ചയായിട്ടും. അതായത് CK, ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പെട്ടെന്ന് ഞങ്ങൾക്ക് പിന്തുണ ലഭിച്ചിരുന്നുവെന്നും അത് ഒരുപക്ഷെ കുമ്മനത്തിനെതിരെ മത്സരിച്ചുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുമ്പോഴും ഇത്തരം ഒരു പിന്തുണ ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം ഈ സാഹചര്യത്തിൽ അദ്ദേഹം പറയാനുണ്ടായിട്ടുള്ള രാഷ്ട്രീയം എന്താണ്? സ്വാഭാവികമായും എനിക്ക് തോന്നുന്നത് ഈ ജമാഅത്തെ ഇസ്ലാം, അതിന് ഒറ്റൊരു കാര്യം കൂടി അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറയാവുന്നത്, കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു മാസം മുൻപ് ET മുഹമ്മദ് ബഷീറിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ആഗോളതലത്തിൽ വലിയൊരു തീവ്രവാദ പേരുകളുണ്ടെങ്കിലും കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി അത്തരത്തിലുള്ളൊരു ജമാഅത്തെ ഇസ്ലാമി അല്ല. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾക്ക് അങ്ങനെ വലിയ തീവ്രവാദ നയമില്ല, അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളുടെയോ അല്ലെങ്കിൽ മറ്റു പിന്തുണയില്ല, തീവ്രവാദ രാഷ്ട്രീയമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഇനി ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നതിൽ വലിയ തെറ്റില്ല എന്നൊരു രാഷ്ട്രീയമാണോ മുരളീധരൻ മുന്നോട്ട് വെക്കുന്നത് എന്ന് ഈ സാഹചര്യത്തിൽ സംശയിക്കുന്നു.